അത്യുത്ക ഡിവോഷണൽ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോകളിൽ കൂടി നമ്മൾ ദേവിയുടെ കിരീടം, തലമുടി, കൈകൾ മുതൽ ഉദരം വരെയുള്ള വർണ്ണന മനസ്സിലാക്കി. ഇപ്പോൾ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 16-ാം ശ്ലോകം. അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാരമ്യ രചനാദാമഭൂഷിത. അരുണാരുണ കൗസുംഭ വസ്ത്രഭ സ്വത്കടീതടി. അത്യധികം ചുവന്ന വസ്ത്രത്താൽ ശോഭിക്കുന്ന അരക്കെട്ടോട് കൂടിയവൾ, അതായത് കടി എന്നാണ് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അരുണാരുണ കൗസുംഭ, അതായത് സൂര്യസാരഥിയായ അരുണൻ്റെ ചുവപ്പ് നിറം, കൗസുംഭം എന്ന പുഷ്പത്തിൻ്റെ ചാറുകൊണ്ട് നിറം പിടിപ്പിച്ച വസ്ത്രം ധരിച്ചവൾ എന്നൊക്കെ പറയുന്നു. ദേവി ധരിച്ചിരിക്കുന്ന ചുവന്ന വസ്ത്രത്തെയാണ് ഇവിടെ പറയുന്നത്. രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത. ദേവി തൻ്റെ കൗസുംഭ വസ്ത്രത്തിനുമേൽ അണിഞ്ഞിരിക്കുന്ന ഓഡ്യാണത്തെ ഇവിടെ വർണ്ണിക്കുന്നു. ചെറിയ രത്നമണികളെ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഓഡ്യാണത്തോടു കൂടിയവൾ എന്ന് വിശേഷണം. ദേവി അനങ്ങുമ്പോൾ ഈ ഓഡ്യാണത്തിലെ രത്നമണികൾ കിണികിണി ശബ്ദമുണ്ടാക്കുമത്രേ. 17-ാമത്തെ ശ്ലോകം. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത. കാമേശ്വരന് മാത്രം അറിയാനായി ഭാഗ്യമുള്ള മാർദ്ദവവും ലാവണ്യവുമുള്ള 2 തുടകളോട് കൂടിയവൾ എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഊരു എന്ന് പറഞ്ഞാൽ തുട എന്നർത്ഥം. വീണ്ടും ദേവിയുടെ പാതിവ്രത്യത്തെ ഇവിടെ പുകഴ്ത്തുന്നു. മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. മാണിക്യം കൊണ്ട് നിർമ്മിച്ച കിരീടത്തിൻ്റെ ആകൃതിയിലുള്ള 2 മുട്ടുകളോട് കൂടിയവൾ എന്നർത്ഥം. ജാനു എന്നാൽ മുട്ട് എന്നാണ് അർത്ഥം. ദേവിയുടെ മുട്ടുകളുടെ ആകൃതിയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. അടുത്തത് 18-ാമത്തെ ശ്ലോകം. ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാ ഭജംഗിക ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാന്വിത. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാ ഭജംഗിക. ഇന്ദ്രഗോപം എന്നാൽ ചുവന്ന നിറവും മെഴുമെഴുപ്പുമുള്ള മഴക്കാലത്ത് കാണുന്ന ഒരുതരം പുഴുവാണ്. ജംഘിക എന്നാൽ കാല് എന്നർത്ഥം വരും. ഇന്ദ്രഗോപങ്ങളെ കൊണ്ട് മൂടപ്പെട്ട കാമദേവൻ്റെ അമ്പ് തീരാത്ത ആവനാഴിയെപ്പോലുള്ള കാലുകളോട് കൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവിയുടെ കാലുകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഗൂഢഗുൽഫ. ഗുൽഫം എന്ന വാക്ക് കണങ്കാലിനെ സൂചിപ്പിക്കുന്നു. ഗൂഢഗുൽഫ എന്നാൽ മറഞ്ഞിരിക്കുന്ന കണങ്കാലുകളോട് കൂടിയവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. മാംസളമായതിനാൽ കണങ്കാലുകൾ കാണുന്നില്ല എന്നും അത്രയ്ക്ക് മനോഹരമാണ് ദേവിയുടെ കണങ്കാലുകൾ എന്നുമാണ് ഇവിടെ പറയുന്നത്. കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാന്വിത. പൃഷ്ഠം എന്നാൽ പിൻഭാഗം, പുറംഭാഗം എന്നർത്ഥം. ആമയുടെ പുറന്തോടിനെ ജയിക്കാൻ തക്കവയാണ് ദേവിയുടെ പുറം കാലുകൾ, അതായത് പാദങ്ങൾ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൂർമ്മം എന്നാൽ ആമ. ഏതു ഭാരവും താങ്ങാൻ ശേഷിയുള്ളതാണ് കൂർമ്മപൃഷ്ഠം, അതായത് ആമയുടെ പുറന്തോട്. എന്തും താങ്ങാൻ ശക്തിയുള്ളതാണ് ദേവിയുടെ പാദങ്ങൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച ഏതു ദുഃഖവും തെറിച്ചു പോകും, ശമിക്കും എന്നാണ് സാരം. ഇവിടെ 2 നാമങ്ങളാണ് വരുന്നത്. ഗൂഢഗുൽഫ എന്നും കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാന്വിത എന്നും. 19-ാമത്തെ ശ്ലോകം. നഖദീദിതി സഞ്ജന്ന നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാചാല പരാകൃത സരോരുഹ. നഖദീദിഥി സഞ്ജന്ന നമജ്ജന തമോ ഗുണ. ദേവിയുടെ നഖങ്ങളെ വർണ്ണിക്കുന്നു ഇവിടെ. തന്നെ നമസ്കരിക്കുന്ന ഭക്തജനങ്ങളുടെ അജ്ഞാനത്തെ ദൂരീകരിക്കാൻ തക്ക നഖശോഭയുള്ളവൾ എന്നാണ് ഇതിനർത്ഥം. തമസ് എന്നാൽ അജ്ഞാനം, ഇരുട്ട് എന്നർത്ഥം. ദേവിയെ നമസ്കരിക്കുമ്പോൾ ദേവിയുടെ കാൽനഖങ്ങളിൽ നിന്ന് ജ്ഞാനോദയം നൽകുന്ന പ്രകാശരശ്മികൾ വളരെ ശക്തമായി തട്ടുമ്പോൾ ഭക്തന്മാരുടെ അജ്ഞാനാന്ധകാരം നീങ്ങുന്നു എന്നർത്ഥം. പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. താമരപ്പൂക്കളേക്കാൾ പ്രഭയുള്ളതാണ് ദേവിയുടെ പാദങ്ങളെന്ന് വർണ്ണിക്കുന്നു. താമരപ്പൂക്കളെ കടത്തിവെട്ടുന്ന പ്രഭ ഉള്ള 2 പാദങ്ങളോട് കൂടിയവൾ എന്നാണ് ഇതിനർത്ഥം. ഇനി 20-ാമത്തെ ശ്ലോകം.
ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവധി. ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിതശ്രീ പദാംബുജ. ശിഞ്ചാനമണിമഞ്ജീര എന്നാൽ ചെറിയ മണികൾ കോർത്തുണ്ടാക്കിയിട്ടുള്ള പാദസരം എന്നാണ് പറയുന്നത്. ദേവിയുടെ തൃപ്പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന പാദസരത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഹൃദ്യമായ മണിനാദമുണ്ടാക്കുന്ന ചെറിയ കിങ്ങിണികളുള്ള പാദസരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നാണ് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. മരാളീ മന്ദഗമന, പെണ്ണരയന്നം നടക്കുന്നത് പോലെ മെല്ലെ മെല്ലെ നടക്കുന്നവൾ എന്നർത്ഥം. മഹാലാവണ്യശേവധി, മഹത്തായ സൗന്ദര്യനിധി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ശേവധി എന്നാൽ നിധി എന്നർത്ഥം. ഇവിടെ 3 നാമങ്ങളിലൂടെയാണ് ദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദേവിയുടെ സ്ഥൂല ശരീരത്തെക്കുറിച്ച് 1 മുതൽ 48 വരെയുള്ള നാമങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നതായി മനസ്സിലാക്കി. മഹാലാവണ്യശേവധി എന്നത് ദേവിയുടെ 48ാമത്തെ നാമമാണ്. പ്രത്യക്ഷമായ ഓരോ അവയവങ്ങളും ആടയാഭരണങ്ങളും ദേവി അണിഞ്ഞിരിക്കുന്ന വസ്ത്രവും ആയുധങ്ങളുമെല്ലാം നമുക്ക് ഈ നാമങ്ങളിൽ വിവരിച്ചു തന്നു കഴിഞ്ഞു. ഒരു ഭക്തന് ദേവിയെ വേണ്ട വിധത്തിൽ ആരാധിക്കുന്നതിന് വേണ്ട സ്വരൂപവർണ്ണനയാണ് ഈ നാമങ്ങളിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഈ ശ്ലോകങ്ങളൊന്ന് ചൊല്ലാം. അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാരമ്യ രചനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാ ഭജംഗിക ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാന്വിത നഖദീദിതി സഞ്ജന്ന നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാചാല പരാകൃത സരോരുഹ ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവധി. അടുത്ത വീഡിയോയിൽ നമുക്ക് ദേവിയുടെ കൂടുതൽ നാമങ്ങൾ മനസ്സിലാക്കാം.